Hello students, welcome back to Eduplace Academy. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ സോഷ്യോളജി ചാപ്റ്റർ 20 സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ കൺട്രോളിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ സോഷ്യൽ കൺട്രോളിൻ്റെ ഫാക്ടേഴ്സ്, നമ്മുടെ സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ കുറച്ച് പൊതുവായിട്ടുള്ള ഘടകങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനുണ്ട്. അതുകൂടാതെ നമുക്ക് സോഷ്യൽ കൺട്രോൾ എങ്ങനെയാണ് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോളിൻ്റെ കുറച്ച് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, നമ്മുടെ ഇൻഫോർമൽ മീൻസും ഉണ്ട്, ഫോർമൽ മീൻസും ഉണ്ട്, അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളുണ്ട്, അതുകൂടാതെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളുണ്ട്. അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ നെയ്ബർഹുഡിനൊക്കെ നമ്മുടെ ഈ ഒരു സോഷ്യൽ കൺട്രോളിൽ, സാമൂഹ്യ നിയന്ത്രണത്തിൽ കുടുംബത്തിനും നമ്മുടെ അയൽപ്പക്കത്തിനും ഒക്കെയുള്ള ഒരു പങ്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇതിലോട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹ്യവൽക്കരണം എന്നാൽ എന്താണ്, നമ്മുടെ മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവിയെ ഒരു സമൂഹത്തിൽ ഉതകുന്ന രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞിരുന്നു സോഷ്യലൈസേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണമാണ് ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒക്കെ നമുക്ക് എന്നാലും നമുക്കൊരു സമൂഹത്തിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ കീഴ്വഴക്കങ്ങളും അതുപോലെ നമ്മുടെ പെരുമാറ്റ ശൈലിക്ക് അനുസരിച്ചിട്ട് മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്കിതിൽ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലും ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു പെരുമാറ്റ ശൈലിയിലേക്ക് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും അത്തരത്തിലുള്ള രീതിയിലോട്ട് വഴങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗങ്ങളെയാണ് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് അതിൽ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുള്ളത്. സോഷ്യൽ കൺട്രോൾ റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് മീൻസ് ബൈ വിച്ച് മെമ്പേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു കൺഫേം ടു ആൻ അക്സെപ്റ്റബിൾ സ്റ്റൈൽ ഓഫ് ബിഹേവിയർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. സോഷ്യൽ കൺട്രോളിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. അപ്പം എന്തായിരുന്നു ഡെഫിനേഷൻ? സ്വീകാര്യമായിട്ടുള്ളൊരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ, നമ്മുടെ ഈ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ പൊതുവായിട്ടുള്ള ചില ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ്, സാമൂഹ്യ ക്രമം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പോയിന്റ് സാമൂഹ്യ ഐക്യം സ്ഥാപിക്കൽ, വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ, സാമൂഹ്യമായിട്ടുള്ള വിലക്കുകൾ ഏർപ്പെടുത്താൻ, സാംസ്കാരികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാൻ. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ കൺട്രോൾ നമ്മൾ കൊണ്ടുവരുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മളൊരു സാമൂഹ്യ ക്രമം പാലിക്കാൻ, സമൂഹത്തിൻ്റെ ഐക്യം സ്ഥാപിക്കാൻ. അപ്പോൾ നമ്മളൊരു ഐക്യം, നമുക്കൊരു യൂണിറ്റി ഉണ്ടെങ്കിലല്ല എല്ലാവരും തോന്നിയ പോലത്തെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ തോന്നിയ പോലത്തെ ഒരു ബിഹേവിയറാണ്. അതുപോലെ ആരും നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ അവിടെ ഒരു ഐക്യം ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഐക്യത്തിനും ഈ ഒരു നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് നിയമങ്ങളെ എല്ലാത്തിനെയും പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. സാമൂഹ്യ ക്രമം പാലിക്കുന്നതിന്, സാമൂഹ്യ ഐക്യം സ്ഥാപിക്കൽ, വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കൽ, അതുപോലെ സാമൂഹ്യമായ വിലക്കുകൾ ഏർപ്പെടുത്താൻ, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? അതുപോലെ നമ്മുടെ ഈ ഒരു വിലക്കുകളൊക്കെ ഏർപ്പെടുത്താനും, അതുപോലെ നമ്മുടെ വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇത്തരം കാരണങ്ങളാണ്. ഓക്കെ,
അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സോഷ്യൽ കൺട്രോളിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ നിയന്ത്രണങ്ങളിലെ കുറച്ച് പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ് നമ്മുടെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ വരുന്ന പൊതുവായിട്ടുള്ള ഘടകങ്ങൾ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ എല്ലാ സമൂഹത്തിലും എന്താണ് ചില അംഗീകരിക്കപ്പെട്ട ഒരു പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ പാലിക്കേണ്ടത് ഒരു പൗരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ നമ്മുടെ കടമയാണ്. അതുപോലെ എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള അംഗങ്ങൾ അനുസരിക്കുക എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യവസ്ഥകൾ സ്ഥാപിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു പെരുമാറ്റ നിയമങ്ങൾക്കൊക്കെ വഴങ്ങുന്നതിന് അംഗങ്ങൾക്ക് മേലെന്താണ് ചില സാമൂഹിക സമ്മർദ്ദ മാർഗങ്ങളൊക്കെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സാമൂഹ്യ നിയന്ത്രണമൊക്കെ എന്താണ് സ്വയം നിയന്ത്രണമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മളെല്ലാവരും എന്താണ് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ബോധേഡ് ആയിരിക്കണം. പിന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടൊക്കെ നമ്മൾ സാമൂഹ്യ നിയന്ത്രണത്തിന് മാറ്റം കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ കൺട്രോൾ ഇവിടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അത് ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. അപ്പം നമുക്കറിയാം അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഫോർമൽ മീൻസ് ആണ്. ഇൻഫോർമൽ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക കാര്യം സത്യമാണെന്ന പ്രഖ്യാപനമാണ് വിശ്വാസം. അത് നമ്മൾ ഒരു അനൗപചാരികമായിട്ടുള്ളൊരു സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഒരു മാർഗമാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം സത്യമാണെന്ന് പ്രഖ്യാപനമാണ് വിശ്വാസം. നെക്സ്റ്റ് പോയിന്റ് പ്രതിഫലം. പ്രതിഫലം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പുഞ്ചിരി, പ്രശംസ, പ്രോത്സാഹനജനകമായ ആംഗ്യം തുടങ്ങിയവ സാമൂഹ്യ പ്രതിഫലത്തിൽ പെടുന്നു. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഗുണകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പ്രോത്സാഹനം കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ ഇൻഫോർമൽ മീൻസിൽ വരുന്നതാണ് കേട്ടോ. പ്രതിഫലം എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പ്രശംസിക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കൺഗ്രാറ്റ്സ് പറയുക, അതുപോലെ നമ്മളൊന്ന് പുഞ്ചിരിക്കുക, ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ പ്രതിഫലത്തിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു വ്യക്തിക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടി ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് അവർക്ക് അത് എടുക്കാം. പിന്നെ ശിക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വിമർശനം, ശാരീരികമായിട്ടുള്ള ഭീഷണികൾ, മർദ്ദനം തുടങ്ങിയവയൊക്കെ ശിക്ഷകളിൽ പെടുന്നു. ഇതൊക്കെ നമ്മൾ ശിക്ഷ അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിമർശിക്കുന്നതും അതുപോലെ ശാരീരിക ഭീഷണികൾ മുഴക്കുന്നത്, മർദ്ദനം, ഇതൊക്കെ ശിക്ഷാർഹമാണ്, ശിക്ഷകളിൽ പെടുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്ന ഇൻഫോർമൽ മീൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ രീതികൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്നതിനായി സമൂഹം അംഗീകരിച്ചുള്ള ഒരു പെരുമാറ്റ രീതികളാണിവ. ഇത്തരം പെരുമാറ്റ രീതികൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ രീതികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ച് ചേരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് പലരും പല രീതിയിലായിരിക്കും പെരുമാറുക. അപ്പോൾ ഈ ഒരു സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ എന്ന് ആ ഒരു ബോധോടായിരിക്കേണ്ട കാര്യം. ഇതൊക്കെ ഒരു ഇൻഫോർമൽ മീൻസിൽ വരുന്നതാണ്. പിന്നെന്താണ് സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ശീലങ്ങളും പതിവ് രീതികളുമാണ് സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത്. ഒക്കെ ഇൻഫോർമലാണ് കേട്ടോ. പിന്നെ എന്താണ് പ്രകൃത്യാതീത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും. സമൂഹത്തിൽ ഒരാളുടെ പെരുമാറ്റത്തെ അതിശക്തമായി സ്വാധീനിക്കുന്നവയാണ് ഈ ഒരു വിശ്വാസങ്ങൾ. അപ്പോൾ ഇതും ഇൻഫോർമലായിട്ട് വരുന്നതാണ്. നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിലുള്ള ഒരു ഇൻഫോർമലായിട്ടുള്ള മാർഗ്ഗമാണ് സമ്പ്രദായങ്ങൾ. അതിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രകൃത്യാതീത വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കലയും സാഹിത്യവും എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കലയ്ക്കും സാഹിത്യത്തിനും കഴിവുണ്ട്. നെക്സ്റ്റ് പൊതുജനാഭിപ്രായം എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിത രീതികളെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ അളവോളം പൊതുജന അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആൾക്കാർ എന്ത് പറയുന്നു വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു ഇൻഫോർമലായിട്ട് വരുന്നൊരു കാര്യമാണ് പൊതുജനാഭിപ്രായം. അതിലും കുറച്ച് ആൾക്കാർ ബോധേഡാവും, കുറച്ച് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ ആളുകളെ പേടിക്കണം എന്ന് അല്ല പറയുന്നത്. ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റെസിസ്റ്റ് ആവുന്നുണ്ട്. നമ്മളിൻ്റെ ഉള്ളിൽ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ആൽക്കഹോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അങ്ങനെയൊക്കെ വിശ്വസിച്ച് ഇപ്പോൾ നമ്മളൊരു സൊസൈറ്റിയിൽ വന്നൊരു അടിപിടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് അതൊരു ഫാഷനായിട്ട് എടുത്തിട്ട് ആ ഒരു സെൻസിൽ എടുത്തിട്ട് ആളുകൾ പല കാര്യങ്ങളും ചെയ്യും. ഇതൊക്കെ നമ്മൾ
ഈ ഒരു സോഷ്യൽ കൺട്രോളിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ്, ആളുകൾ പിന്നെ എന്താണ് അവരെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങും. അയാൾ ഇങ്ങനെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ സമൂഹത്തോട് പാലിക്കേണ്ട കുറച്ച് കടമകളും, അതുപോലെ നമ്മൾ സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ കുറച്ച് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആവരുത് എന്നൊക്കെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായം വരുമ്പോൾ എന്താണ്, അവർക്ക് പിന്നെ അത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പ്രയാസം അനുഭവപ്പെടും, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് എന്താണ്, ആ ഒരു സോഷ്യൽ കൺട്രോളിനെ ഇൻഫോർമലായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സാമൂഹിക ആദർശങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ആശയങ്ങൾ. അപ്പം സാമൂഹിക നിയന്ത്രണത്തിനുള്ള ശക്തമായ ഒരു ഉപാധിയാണ് ഇവ. അപ്പം നല്ല ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും പരോക്ഷ വിനിമയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല നല്ല സാമൂഹികമായിട്ടുള്ള നല്ല ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു സാമൂഹിക ഉപാധിയാണ് ഈ ഒരു സാമൂഹിക ആശയങ്ങൾ, ആദർശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. അത് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇൻഫോർമൽ മീൻസ് ആണ്. ഇൻഫോർമൽ മീൻസിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു, നമ്മുടെ വിശ്വാസങ്ങൾ വരാം, പ്രതിഫലം സാമൂഹ്യ പ്രതിഫലമാണ്, ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം അങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രതിഫലത്തിൽ വരുന്നത്. അതൊക്കെ സോഷ്യൽ കൺട്രോളിൽ വരുന്ന ഒരു ഇൻഫോർമലാണ്. പിന്നെ ശിക്ഷകൾ, ജനങ്ങളുടെ രീതികൾ, നാട്ടുനടപ്പ് രീതികൾ, പിന്നെ നമ്മുടെ സമ്പ്രദായങ്ങൾ, പിന്നെ പ്രകൃത്യാതീത വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, നമ്മുടെ കലയും സാഹിത്യവും, അതുപോലെ പൊതുജനങ്ങളുടെ അഭിപ്രായം, സാമൂഹിക ആദർശങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇൻഫോർമൽ വേസിൽ വരുന്നത്. ഇനി നമുക്ക് ഫോർമൽ മീൻസിലോട്ട് വരാം. ഫോർമൽ മീൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നതാണ് നിയമം. അപ്പം സാമൂഹിക നിയന്ത്രണത്തിന് ഏറ്റവും വലിയൊരു ഉപാധി എന്ന് പറയുന്നത് എന്താണ്, നിയമം തന്നെയാണ്. അപ്പം നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നത് നോക്കാം. സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഔപചാരിക മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയമം. നിയമം അനുസരിക്കാൻ സമൂഹത്തിലെ ഏതൊരു പൗരനും കടപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം, അയിത്താചരണ വിരുദ്ധ നിയമം, പൊതുസ്ഥലത്ത് പുകവലി നിയമപരമായിട്ട് ശിക്ഷാർഹമാണ് എന്ന നിയമം. അപ്പോൾ ഈ ഒരു നിയമം എന്ന് പറയുന്നതാണ് ഫോർമൽ മീൻസിൽ ഫസ്റ്റ് വരുന്ന സോഷ്യൽ കൺട്രോളിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് നിയമം. അപ്പോൾ ഏതൊരു പൗരനും നിയമം എന്താണ്, ഒരുപോലെയാണ്. അപ്പോൾ ആ നിയമത്തിൽ എന്താണ്, നിയമത്തിനെതിരായിട്ട് ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല, നിയമം പാലിക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫോർമൽ വേസിൽ വരുന്നതാണ് വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താണ്, സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അപ്പോൾ അച്ചടക്കം, സാമൂഹിക സഹകരണം, സഹിഷ്ണുത, പരിത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ വ്യക്തികളിൽ വളർത്തുന്നു. അപ്പോൾ സ്കൂളുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ആ ഒരു സോഷ്യൽ കൺട്രോളിന് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ. അപ്പോൾ അതിൽ നമ്മൾ അച്ചടക്കം പാലിക്കാനും അതിൻ്റെ സാമൂഹിക സഹകരണത്തെ പറ്റിയിട്ടും നമ്മുടെ സഹിഷ്ണുതയും പരിത്യാഗം തുടങ്ങിയ എല്ലാ മൂല്യങ്ങളും വ്യക്തികളിൽ ഉടലെടുക്കുന്നത്, വ്യക്തികളിൽ വളർത്തിയെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഭീഷണി അഥവാ ഭീഷണി എന്ന് പറയുമ്പോൾ പോലീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ നൽകുന്നതാണ് കേട്ടോ. അഭിലഷിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് ബലം പ്രയോഗിക്കുന്നതിനെയാണ് ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ അനുശാസിക്കുന്ന നിയമം പാലിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ പ്രസക്തി. ഭീഷണി ശാരീരികമോ അക്രമരഹിതമോ ആകാം. അപ്പം നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഭിലഷിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് ബലം പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുശാസിക്കുന്ന നിയമം പാലിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ പ്രസക്തി. അപ്പോൾ ഭീഷണി വരുന്നത് നമ്മൾ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഒരു ഭീഷണി ആയിട്ട് വരുന്നത്. അത് ഒന്നെങ്കിൽ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമല്ലാതെയോ അക്രമരഹിതമായിട്ടോ ആയിരിക്കും ഈ ഒരു ഭീഷണി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഫോർമൽ മീൻസിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു, നിയമം പറയുന്നു, അതുപോലെ വിദ്യാഭ്യാസം, ഭീഷണി, ഇത്രയും മൂന്നാണ് നമ്മുടെ ഫോർമൽ മീൻസിൽ വരുന്നത് കേട്ടോ. നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ വരുന്ന 3 പോയിൻ്റാണ് നിയമം, വിദ്യാഭ്യാസം, ഭീഷണി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് അതായിരുന്നു. സെയിം കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളൊരു സമൂഹത്തിൽ എന്താ പറയുക, സാമൂഹ്യവൽക്കരണം നമ്മളെ മനുഷ്യനെ സാമൂഹ്യ ജീവിയായിട്ട് സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. അതിന് നമ്മളെ സഹായിക്കുന്ന ഏജൻസീസാണ് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മളെ സാമൂഹ്യ നിയന്ത്രണത്തിനും ആ ഒരു നമ്മളെ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോളിലും നമ്മൾ ചെയ്യുന്നത് ഇതേ ആളുകൾ തന്നെയാണ്. നമ്മുടെ കുടുംബം, അതുപോലെ നമ്മുടെ മതം, നിയമം,
അതുപോലെ നമ്മുടെ പൊതുജന അഭിപ്രായം, വിദ്യാഭ്യാസം, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ 2 ഹെഡിങ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് ആകുമ്പോൾ ഇത് പറയാം, പക്ഷേ ഇതിൽ കുറച്ച് സോഷ്യൽ കൺട്രോളിൽ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോളിൽ വരുന്നത് കുടുംബമാണ്, ഫാമിലി. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ആദ്യത്തെ ഏജൻസിയാണ് കുടുംബം. അത് അമ്മയാണ് ആദ്യത്തെ ഏജൻറ്റ് അല്ലെങ്കിൽ പ്രതിനിധി. കുടുംബത്തിൽ നിന്നാണ് ഒരാൾ സംസാരം, ഭാഷ എന്നിവ പഠിക്കുന്നത്. സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്വയം സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണ്? സഹജവാസനകളെ നിയന്ത്രിക്കൽ, കുടുംബ പാരമ്പര്യങ്ങളെയും നിയമങ്ങളെയും നിലനിർത്തൽ, നിയമലംഘനങ്ങൾക്ക് ശിക്ഷ നൽകുക, ദുർബല അംഗങ്ങളോടുള്ള വൈകാരിക അടുപ്പം, വിലക്കുകളിലൂടെ ലൈംഗിക പെരുമാറ്റം നിയന്ത്രിക്കൽ, ഇവ കുടുംബത്തിൽ നിന്ന് പരിശീലിക്കുന്നു. അപ്പോൾ നമ്മളെ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ സമൂഹത്തിൽ പെരുമാറണം, എങ്ങനെ നമ്മൾ എന്തൊക്കെ രീതിയിലൂടെ മുന്നോട്ട് പോകണം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വികാരങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിയമലംഘനങ്ങൾക്ക് നമുക്ക് ശിക്ഷ നൽകുന്നതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഏജൻസി. നെക്സ്റ്റ് റിലീജിയൻ അഥവാ മതമാണ് സെക്കൻഡ് ഏജൻസി എന്ന് പറയുമ്പം. മതം എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് മതം. സമൂഹത്തിൽ മതത്തിനുള്ള നിയന്ത്രണ ശക്തി അപാരമാണ്. മതം എക്കാലത്തും നമ്മുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നിയമമാണ് അഥവാ ലോ. നിയമം എന്ന് പറയുമ്പോൾ ആധുനിക സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായ ഔപചാരിക ഉപാധിയാണ് നിയമം. രാഷ്ട്രീയ സംഘടന നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ മാത്രമേ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. നിയമങ്ങൾ അനുസരിക്കൽ ഏതൊരു പൗരൻ്റെയും കടമയാണ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഏജൻസി. ഇനി നമുക്ക് നാലാമത്തെ ഏജൻസിയാണ് പൊതുജനാഭിപ്രായം. പൊതുജനാഭിപ്രായം അഥവാ പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ പൊതുജനം അവരുടെ സാധാരണ ജീവിതത്തിൽ ചിന്തിക്കുന്നതിനെയാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും പൊതുജനാഭിപ്രായത്തിന് അനുസൃതമായി സമൂഹത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുന്നു. അതിനാൽ പൊതുജനാഭിപ്രായത്തിന് വ്യക്തികളുടെ മേൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മേൽ സ്വാധീനം പുലർത്താൻ കഴിയും. നെക്സ്റ്റ് ഏജൻസി എന്താണ്? വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ. അപ്പോൾ പ്രകൃതിദത്തമായ തൻ്റെ കഴിവുകൾ, ബുദ്ധിശക്തി തുടങ്ങിയവ ഉപയോഗിക്കാൻ വിദ്യാഭ്യാസം മനുഷ്യനെ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം വഴിയായിട്ട് സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ മേലും നിയന്ത്രണം ഉണ്ടാകും. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലത്തിലും നമുക്ക് എന്താണ്, ഓരോ വ്യക്തികളുടെ മേലും ഒരു നിയന്ത്രണം ഉണ്ടാകാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് സാമൂഹ്യ നിയന്ത്രണത്തെ പറ്റിയാണ്. അപ്പോൾ എന്തായിരുന്നു സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ? ഒരു സ്വീകാര്യമായിട്ടുള്ളൊരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന ഒരു വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് നമ്മൾ സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയേ പഠിക്കാനുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ, പിന്നെ നമ്മുടെ ആ ഒരു സോഷ്യൽ കൺട്രോളിൻ്റെ ആവശ്യകത എന്തെല്ലാം എന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഈ ഒരു മാർഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ കൺട്രോളിൻ്റെ ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത്രയും എഴുതി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.